ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷഹന അജ്മൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഇക്കട മുതലാളിക്ക് നമ്മൾ പെരുന്നാളിൻ്റെ വക ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പം ഇക്കായും മോനും ഫ്രണ്ടിലിരിപ്പുണ്ട്, ഞാനും മോളും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയിൽ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അവർക്ക് കൊണ്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അതുപോലെ അത് കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ചു വന്ന് ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വൈകിട്ടത്തേക്ക് പോകുന്നത്. അപ്പോൾ അതും ആ വ്ളോഗും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വരാവേ. അപ്പം ഇതാണ് അവരുടെ വീടും. ഇവിടെ തന്നെയാണ് എൻ്റെ ഇക്കായൊക്കെ താമസിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഔട്ട് ഹൗസ് പോലെ അവർക്ക് പണിതിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം കൊടുത്തു കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആട്ടോ അത്. അപ്പോൾ ഇവിടെ ഒരു കനാലുണ്ട്, ഇവിടെയൊക്കെ ഇക്ക വന്ന് കുളിക്കാറുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞ് അപ്പോൾ എന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ, പെരിയാമ്പ്ര എന്നൊക്കെ പറയേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കണ്ടങ്ങളും പാടങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ ഇത്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്കുള്ള റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടു നോക്കേ. അങ്ങനെ നമ്മൾ വാഴക്കുളം എത്തിയിട്ടുണ്ട്. ഇതാണ് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി. അപ്പോൾ ഇങ്ങനെ വാഴക്കുളം എത്തിയിട്ടുണ്ട്. ഇവിടെ പൈനാപ്പിളിൻ്റെ ഒരു ഏരിയയാണ്, അതിനെ പൈനാപ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ സിറ്റി എല്ലാം കടന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം കുറേ കൊന്നകളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമല്ലോ, എല്ലാ വഴിക്കും കുറേ സ്ഥലത്ത് കൊന്നപ്പൂ പൂത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം കടന്ന് ഇപ്പോൾ നമ്മൾ വെങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്മിത ഹോസ്പിറ്റൽ. വെങ്ങല്ലൂരുള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്. തൊടുപുഴയിലെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്, പുതിയൊരു ഹോസ്പിറ്റലാട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. വലിയൊരു ഹോസ്പിറ്റൽ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പം നമ്മളങ്ങനെ വെങ്ങല്ലൂർ എത്തി. ഇപ്പോൾ ആ സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിഗ്നലിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ പോയി ഇതാണ് നമ്മുടെ തൊടുപുഴയിലെ അജ്മൽ ബിസ്മി എന്ന് പറയുന്ന ഐ ലവ് തൊടുപുഴ എന്നുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ തൊടുപുഴ സ്റ്റുഡിയോയാണിത്, പിന്നെ കല്യാൺ സിൽക്സ്. അങ്ങനെ ഇതെല്ലാം കടന്നാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് തൊടുപുഴയിൽ നിന്ന് പൂമാല റൂട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പൂമാല റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുമ്മംകൊല്ലം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൊന്താലപ്പള്ളി എന്നുള്ള പറയുന്ന പള്ളി. പലരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. അതിൻ്റെ മക്ബറയ്ക്ക് മേൽക്കൂരയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇടവെട്ടി എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൊന്താലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇത് മാർത്തോമയാണ്. മാർത്തോമ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒക്കെ കുറേ റബ്ബർ തോട്ടങ്ങളാണ്, നല്ല രസമാണ് കാണാൻ. രണ്ട് സൈഡിലും റബ്ബർ തോട്ടവും പിന്നെ കുറേ ഭാഗത്ത് കന്നാരയൊക്കെ നട്ടിട്ടുണ്ട്, പൈനാപ്പിളിൻ്റെ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മാർത്തോമയും മീൻമുട്ടി എല്ലാം കടന്ന് വന്ന് ആലക്കോടായിട്ടുണ്ട്. ആലക്കോട് ഒരു നാഗാർജുന എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ആയുർവേദ ഇതാണ്. ഇത് നമ്മുടെ കലയന്താനിയായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കൊന്താലപ്പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാട്ടോ, കൊന്താലപ്പള്ളി. അപ്പോൾ കൊന്താലപ്പള്ളിയാണിത് കാണുന്നത്, വലിയ പള്ളിയാണ്.
ഞങ്ങളൊക്കെ എപ്പോഴും വരുമ്പോൾ ഇറങ്ങാറൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ സമയമില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പൈസ പള്ളിക്കുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൈസ ഇടാൻ വേണ്ടി അതിൻ്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നതാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും വരുമ്പം ഇവിടെ നേർച്ചയിട്ടിട്ട് പോവാറൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ നമ്മൾ പൈസയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകുമ്പോൾ എൻ്റെ വീടെത്തും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് പിള്ളേർക്ക് ആളാം വീതം ചോദിക്കുന്നുണ്ട് നേർച്ചയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഇട്ടതാണ്. കൊച്ചെറിഞ്ഞത് താഴേക്ക് ചാടി. അത് പിന്നെ എടുത്ത് ഇട്ടു കേട്ടോ. അങ്ങനെ ഈ പള്ളി കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. ഇപ്പോൾ പള്ളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി എല്ലാം മല ഏരിയകളൊക്കെ ആയിട്ട് ഇനി നമ്മുടെയൊക്കെ ഒരു ഇച്ചിരി റൂറലായിട്ടുള്ള ഏരിയാസാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കടന്നു വന്ന് ഇത് നമ്മുടെ ഇവിടെയുള്ളൊരു ശ്മശാനമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയാൽ മതി, നമ്മുടെ വീടെത്തും. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് എൻ്റെ സ്വന്തം നാടായ ഇളന്തേശം എന്ന് പറയുന്ന സ്ഥലം എത്താറുണ്ട്. ഈ കാണുന്നതായിട്ട് നമ്മുടെ വെള്ളിമൂങ്ങയൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം. ഇവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. അങ്ങനെ നമ്മൾ ഇളന്തേശം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടെത്തുമ്പോൾ നിങ്ങൾ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇളന്തേശത്തോടെ ഇങ്ങനെ മൂവ് ചെയ്ത് കുറച്ചുകൂടെ പോകുമ്പോഴാണ് എൻ്റെ വീട്. എല്ലാവരും ഈദിന് വീട്ടിൽ പോയോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗേൾസ്. അപ്പോൾ എല്ലാവരും പോകുമായിരിക്കുമല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെയാണ് സ്വന്തം വീടുകളിലൊക്കെ പോകുന്നതും പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഇനി കുറച്ചങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വീടെത്തും. അത് ഏകദേശം എൻ്റെ വീടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇറക്കവും കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വീടാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെ കേട്ടോ. തൊടുപുഴ പൂമാല റോഡിലാണ് എൻ്റെ വീട് വരുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു.